ഇന്ന് നമുക്ക് മാമ്പഴം കൊണ്ട് അടിപൊളി ഒരു പായസം ഉണ്ടാക്കിയാലോ? അപ്പോൾ നിങ്ങളിങ്ങനെ ഒരു പായസം തയ്യാറാക്കി കാണത്തില്ല ആരും. നമുക്കൊന്ന് തയ്യാറാക്കി നോക്കാം. അതിനായിട്ട് ഞാനൊരു 250 മാങ്ങ പഴുത്തത് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. അത് കഴിഞ്ഞ് ഒരു 1/2 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്. അത് ഉരുക്കി അതിൻ്റെ പാനിയാക്കി എടുക്കണം. അതിൻ്റെ നല്ല ഒരു തേങ്ങ എടുത്ത് അത് 2 പാലായിട്ട് എടുത്ത് വെക്കണം. 1-ാം പാലും 2-ാം പാലും. പിന്നെ കുറച്ച് സേമിയ നമ്മൾ നെയ്യിലിട്ട് വറുത്ത് അത് വെള്ളം ഒഴിച്ച് വേവിച്ചെടുത്തതാണ്. പിന്നെ നമുക്ക് ഈ മാമ്പഴം അരച്ചത് നമുക്ക് നെയ്യിലിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഒരു പാൻ അടപ്പത്ത് വെച്ചിട്ട് നമുക്ക് ആദ്യം കിസ്മിസും നട്ട്സും ഒക്കെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ അത് വറുത്തെടുത്തതിന് ശേഷം നമുക്ക് ഈ അരച്ച് വെച്ച മാങ്ങ നന്നായിട്ടൊന്ന് നെയ്യിൽ വഴറ്റിയെടുക്കണം. വഴന്നെടുത്തിട്ട് നമുക്ക് തേങ്ങയുടെ 2-ാം പാല് അതൊഴിച്ചൊന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നമുക്ക് ആ വേവിച്ച് വെച്ചിരിക്കുന്ന ബ്രഹ്മസല്ലിയും കൂടെ ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. നമുക്ക് ഇതിലോട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ശർക്കര പാനി ഒഴിക്കാം. അപ്പോൾ ഈ ശർക്കര പാനി ഇതിലിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ആ ബ്രഹ്മസല്ലിയിലും മാങ്കോയിലൊക്കെ നമുക്ക് ആ ശർക്കര പാനി നന്നായിട്ട് മധുരം പിടിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലോട്ട് ഏലക്ക പൊടിച്ചതിടാം. പിന്നെ ചുക്കുപൊടി ഇഷ്ടപ്പെടുന്നവർക്ക് ചുക്കുപൊടിയും ഇടും. പിന്നെ നമ്മളിതെല്ലാം തിളച്ച് കഴിഞ്ഞ് ഏറ്റവും അവസാനം ഈ 1-ാം പാലൊഴിച്ച് എടുക്കണം. 1-ാം പാലൊഴിച്ച് കഴിഞ്ഞാൽ തിളയ്ക്കാൻ പാടില്ല. പിന്നെ നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കിസ്മിസും അണ്ടിപ്പരിപ്പും കൂടെ ഇട്ട് എടുക്കാം. അപ്പോൾ നല്ല സ്വാദിഷ്ടമായൊരു മാമ്പഴ പായസം തയ്യാറായിട്ടുണ്ട്.